ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെയർ ട്രാൻസ്ഫർ സഫാരി. ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന വ്യക്തികൾ എൻ്റെ പഴയ വീഡിയോസ് കാണുക. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയാണ് എൻ്റെ പഴയ ഫോട്ടോസ് ഒന്നും ഞാൻ കാണിക്കുകയാണ്. ഇതാണ് എൻ്റെ കണ്ടീഷൻ. ഫുൾ ഹെഡ് കഷണ്ടി ആയിരുന്നു. ഡോണറിൻ്റെ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഏകദേശം കേരളത്തിലും പുറത്തുമായിട്ട് ഓൾ ഓവർ ഇന്ത്യയിലും 30ഓളം ക്ലിനിക്കുകൾ റിസർച്ച് ചെയ്ത ഒരാളാണ് ഞാൻ, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവസാനമാണ് എൻ്റെ ഒരു ഡോക്ടർ എൻ്റെ കേസ് ഏറ്റെടുത്തു. ഞാൻ ആദ്യം ചെയ്തത് പൂനെയിലാണ്. 5000 ഗ്രാഫ്റ്റായിരുന്നു ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. നോക്കി ഇത്രത്തോളം ഗ്രാഫ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. താടിനും ബാക്ക് സൈഡും ചെസ്റ്റിനൊക്കെ എടുത്ത് ചെയ്തത്. പിന്നീടാണ് ആ ഡോക്ടർ ആൻഡ് ക്ലിനിക് അതിൻ്റെ ഫുൾ ടീം കൊച്ചിയിൽ ഓപ്പൺ ചെയ്തു. അങ്ങനെ 2020 ഞാൻ കൊച്ചിയിൽ സെക്കൻഡ് സിറ്റിംഗ് ചെയ്ത് 3000 ഗ്രാഫ്റ്റ്സ്. അതിനുശേഷം ക്ലിനിക്ക് ട്രിവാൻഡ്രത്ത് ഓപ്പണായി, കാലിക്കറ്റ് ഓപ്പണായി, ദുബായിൽ ഓപ്പണായി. അങ്ങനെ ഓൾ ഓവർ ഇന്ത്യയിൽ തന്നെ 12-13 ബ്രാഞ്ച് ക്ലിനിക്കിലുണ്ട്. സോ ഞാൻ ഇന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട് 6 വർഷവും ഏകദേശം 4 മാസം കംപ്ലീറ്റ് ചെയ്യുന്നു. ഇതാണ് എൻ്റെ ഹെയർ ട്രാൻസ്പ്ലാന്റ്. ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ശേഷമാണ് ഞാനൊരു ചാനൽ തുടങ്ങിയത്, ഹെയർ ട്രാൻസ്ഫർ സഫാരി എന്ന് പറഞ്ഞ ചാനൽ. ഈ ചാനൽ കൊണ്ട് ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടായി എന്ന് എനിക്കറിയാം. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സൈദുൽ സിദാൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ പണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സൈദുലിൻ്റെ ഉമ്മയാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട്, അവരുടെ പ്രോബ്ലം ഷെയർ ചെയ്യാറുണ്ട്. അവരുടെ മാതാപിതാക്കൾ വിളിക്കാറുണ്ട്, കുട്ടികൾ, അതേപോലെ വൈഫ് വിളിക്കാറുണ്ട്, ഹസ്ബൻഡ് ഇങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ അവരുടെ സിസ്റ്റേഴ്സ് വിളിക്കാറുണ്ട്, ബ്രദറിന് ഇങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. കാരണം എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കും. അതിലൂടെ ഒരുപാട് ആൾക്കാർ അവരുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊരു വ്യക്തിയാണ് സൈദുൽ സിദാൻ. വെറും 23 വയസ്സാവുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഫുൾ ഹെയറും പോയി, നല്ല രീതിയിൽ കഷണ്ടിയായി. നോക്കി ഫ്രണ്ടിൽ കംപ്ലീറ്റ് പോയി. ഒരു വിരോധാഭ്യാസം എന്ന് പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഫാദറിന് ബാൾനെസ് ഇല്ല, ഉപ്പക്ക് ബാൾനെസ് ഇല്ല, പക്ഷേ മകന് ബാൾനെസ് ആണ്. പുള്ളി പറയുകയാണെങ്കിൽ എൻ്റെ ഉപ്പനേക്കാളും പ്രായം എനിക്ക് തോന്നിക്കുമായിരുന്നു 23-ാമത്തെ വയസ്സിൽ. നിങ്ങൾ ചിന്തിച്ചോ, ഒരു പയ്യൻ്റെ ഫീലിങ്സ് എങ്ങനെയാണ്. ഒരു കല്യാണത്തിന് പോവില്ല, ഒരു പ്രോഗ്രാമിന് പോവില്ല, ഒരു സംഭവം ഇല്ല. അങ്ങനത്തെ ടെൻഷനിലാണ് അദ്ദേഹത്തിന് ഉമ്മ എന്നെ വിളിക്കുന്നത്. അതിനുശേഷം സൈദുലിനാണ് ഞാൻ പറഞ്ഞു, സൈദുൽ ഇതാണ് അവസ്ഥ. കാരണം ഫ്രണ്ട് ഏരിയ കഷണ്ടി പോലെ ആയിട്ടുണ്ട്. അങ്ങനെ ക്ലിനിക്കിൽ കൺസൾട്ടേഷന് പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ തീരുമാനിച്ചു. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഒരു 3000 ഗ്രാഫ്റ്റാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തിരിക്കുന്നത്. ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഫോട്ടോസ് ഞാൻ കാണിക്കാം. ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തു. ഇന്ന് ഏകദേശം 3 വർഷത്തിൻ്റെ അടുത്ത് ആവുകയാണ്. ആ സൈദുലിൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ മാസങ്ങൾക്ക് മുന്നേ. എനിക്ക് കല്യാണം കത്തൊക്കെ അയച്ചു. പുള്ളിയുടെ എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറയിക്കാൻ പറ്റില്ല. കാരണം അത്രത്തോളം റിസൾട്ട്സ് സൈദുലിന് വന്നു. സൈദുലിൻ്റെ ബിഫോർ ഫോട്ടോവും ആഫ്റ്റർ ഫോട്ടോവും നോക്കിയേ, ഇതാണ് റിസൾട്ട് എന്നുള്ളത്. ഒരു മിറാക്കിൾ ചേഞ്ചാണ്. അദ്ദേഹം ഒരു മൊബൈൽ ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്ത് ഫീലിംഗ് കിട്ടി, നിങ്ങളെ എന്താണ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ കിട്ടി എന്നോട് പറയുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഐ വിൽ കം ബാക്ക് വിത്ത് എ ന്യൂ വീഡിയോ വെരി സൂൺ. ബൈ.